ചേച്ചിയാണെങ്കിൽ ഇപ്പൊ കൊറേ നാളായി നമ്മള് ഓൺ സ്ക്രീൻ കണ്ടിട്ട്. അപ്പൊ എന്നായിരിക്കും ഓൺ സ്ക്രീനിലോട്ടൊരു എൻട്രി എടുക്കുന്നത്? ഓൺ സ്ക്രീനിൽ കൊച്ചൊന്ന് വലുതാട്ടെ. അമ്മേന്റെ ആവശ്യമുണ്ട്. അതെ, അവൻ അമ്മനെ ആവശ്യമുള്ള ഏറ്റവും വലിയ സമയമാണിത്. അപ്പം ഇത്രയും കാലം ഞാൻ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സിനിമ ലൈഫ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഒരു പക്ഷേ എനിക്ക് അതിലും മേളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം അത് അവൻ ഇല്ല, അവന്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലുമാണ് സിനിമേന്റെ ഒരു കാരണം നമുക്ക് മിസ് ചെയ്യാൻ പറ്റും. അതെ, കാരണം ഞാൻ അവന് ഫോട്ടോഷൂട്ടിനെ കൊണ്ടുപോയപ്പം നമ്മള് ഒരു 2 months ഫോട്ടോഷൂട്ട് ഇത് ചെയ്തപ്പോഴത്തെ ആയുർവേദയുടെ ഒരിതുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞ് നല്ല ചൂടെടുത്തിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ എനിക്ക് ആളുണ്ട് നോക്കാനെങ്കിൽ പോലും അവന് ആ സമയത്ത് അവനങ്ങനെ കരച്ചിലൊന്നും ഇല്ലാത്തൊരാളാ. ജനിച്ചു കഴിഞ്ഞിട്ട് പോലും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അവൻ അങ്ങനെ കരയുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കുഞ്ഞ്, കാരണം അവനൊരു പൊടിയല്ലേ. ചേട്ടൻ ചേച്ചിയുടെ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ? എല്ലാം കണ്ടിട്ടില്ല, കുറച്ച് 1-2 കണ്ടിട്ടുള്ളൂ. സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടിട്ടുണ്ട്, പലരി മണിക്കും കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചേച്ചി ഇങ്ങനെ പറയാറില്ല എന്റെ ആ സിനിമയിൽ കാണുന്ന? ഇല്ല, പറയാറില്ല. കാരണം സിനിമ വേറെ, എന്റെ ജീവിതം വേറെ. ഓക്കെ, ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ചേട്ടന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ്? സോൾട്ട് ആൻഡ് പെപ്പറിലുള്ളത് തന്നെയാണ്. ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ചേച്ചി ചേട്ടന്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്നെ കുറച്ചും കൂടി ഒബീഡിയന്റ് ആക്കി, അച്ചടക്കം കാര്യങ്ങൾ. അത് മറ്റേ നൂല് പൊട്ടിയ പട്ടം പോലെ പറക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നൂലൊക്കെ ഉണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു കൺട്രോൾ ആയിട്ടാണ് പോകുന്നത്. ചേട്ടൻ ചേച്ചിയുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കും കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി വന്നു, കുറച്ച് കൺട്രോൾ ചെയ്തു, ഞാനും കുറച്ച് കൺട്രോൾഡ് ആയി. പിന്നെ എനിക്ക് അങ്ങനെ പുള്ളി ഒരു കൺട്രോൾഡ് ആയിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. ഞങ്ങള് നല്ല കൂട്ടാണ്. അപ്പം അങ്ങനെ അതെ. പിന്നെ ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കെന്ന് പറയുന്ന കാര്യങ്ങളായി, നമ്മളുടെ കാര്യങ്ങള്, നമ്മുടെ കുട്ടികള്, നമ്മുടേതായ ഒരു ഓൺ സ്വർഗം ഉണ്ടായി അവിടെ. അത് തന്നെയാണ് ആ മാറ്റം. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഹസ്ബൻഡ് ആയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ട് തോന്നുന്നു എനിക്ക്. ഒരു അങ്ങനെ പ്രശ്നങ്ങളുള്ളൊരു എനിക്ക് മാറ്റമൊന്നും. പക്ഷെ ആ സമയത്ത് കുറച്ചും കൂടെ ഒരു ആളിങ്ങനെ ചാടി നടക്കുമായിരുന്നു. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ